പിന്നെ പാപ്പ ഇവിടെ കിടക്കുന്നുണ്ട് ഒഫാത്തായിട്ട്. കുറെ എല്ലാവർക്കും അറിയാം ദീനീ പ്രബോധനത്തിന് വേണ്ടിയിട്ട് ഈജിപ്തിൽ നിന്ന് വന്ന ആളാണ്. കൊടകിൽ 3 വീടുണ്ടാക്കി. കുതിര പുറത്ത് വരില്ല, നാട്ടിൽ സഞ്ചരിക്കുന്നു. മഹാനെ കണ്ടാളെല്ലാം ദീനിലേക്ക് വരും. കറാമത്ത് കണ്ടിട്ട് അന്നില്ല ശത്രുക്കൾ ഇങ്ങനെ സഹിക്കാൻ പറ്റായിട്ട് വെടിയെല്ലാം വെച്ച് നോക്കും. വെടി വെച്ചാൽ തട്ടുന്നില്ല, തിരിച്ചിട്ട് അവർക്ക് തന്നെ കൊള്ളുന്നു. അങ്ങനെ കൂടെ വന്നൊരു പെങ്ങളുണ്ടായിരുന്നു, അടിമസ്ത്രീ എന്ന് പറയുന്നത് പെങ്ങളെന്ന് പറയുന്നത്. അവരാണ് നുറ്റു കൊടുത്തിട്ട് വെടി കൊള്ളുന്നു. ആ കാലത്തിൽ സ്ത്രീകൾക്ക് മക്കാമിലേക്ക് പ്രവേശമില്ല. അങ്ങനെ പാപ്പനെ മറവ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഏടെ കബറെടുത്താലും പാറക്കല്ലായിട്ട് കബർ വയ്ക്കാൻ പറ്റുന്നില്ല. കബറോട് കുത്തുന്ന സ്ഥലത്ത് പാറക്കല്ല. അങ്ങനെ അവസാനം തീരുമാനം കണ്ടെത്തി ജനാദ എടുത്തിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു പള്ളിയിലെടുത്ത്. അങ്ങനെ ജനാദ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഈ പാറപ്പുറത്ത് പൊന്തിയില്ല, എടുക്കാൻ പറ്റുന്നില്ല. എത്ര ആളെടുത്താലും ജനാദ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവസാനം ഇവിടെ വന്നിട്ട് സംഭവം പറഞ്ഞ് ദ്വാരക്കുമ്പോൾ മഹാന്റെ നെറ്റിത്തടം പൊട്ടിയിട്ട് ഇപ്പൊ മക്ബറുണ്ടല്ലോ, അടുത്തേക്ക് രക്തം പൊന്തിവിട്ട് വീണ്. അങ്ങനെ രക്തത്തിന്റെ അടയാളം കണ്ടെടുത്ത് കബറെടുത്തു. പിന്നെ കബറിന്റെ പണി അതിന്റെ ശേഷം ജനാദ എടുത്ത് പൊന്തി കൊണ്ടിട്ട് അവിടെ മറവ് ചെയ്തു. പിന്നെ പെങ്ങൾ ഇട്ട് കൊടുത്തതിന് സ്ത്രീകളെ അങ്ങോട്ട് പ്രവേശമില്ല. ഇതൊരു ഒഫാത്തായി കിടന്ന സ്ഥലം പക്ഷെ മുട്ടുകുത്തിയത് ഇതൊരു തലവെച്ച